ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറയാനുള്ളൊരു കാരണം ഈയടുത്ത് ഓസ്ട്രേലിയയിലെ രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലും രണ്ട് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ക്ലാസ് ആക്ഷൻ നേരിടുകയാണ്. ഈ 2018-19 കാലത്തിൽ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോഴ്സുകൾക്ക് അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ പരസ്യം കൊടുക്കുകയും ഇന്റർനാഷണലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എടുക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓണേഴ്സ് ആണ് അക്രഡിറ്റേഷൻ ഉണ്ടെന്നും പറഞ്ഞ് വെബ്സൈറ്റിൽ പരസ്യം കൊടുക്കുകയും സ്റ്റുഡൻസിന് എടുക്കുകയും ചെയ്തത്. എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അക്രഡിറ്റേഷൻ കൊടുക്കുക എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന പ്രൊഫഷണൽ ബോഡിയാണ്. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ആകട്ടെ മാസ്റ്റർ ഓഫ് അഡ്വാൻസ്ഡ് ഇമേജിംഗ് MRI എന്ന കോഴ്സാണ് അപ്രയുടെ അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയും കുട്ടികൾ എടുക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീടാണ് പല കുട്ടികളും തിരിച്ചറിയുക വെബ്സൈറ്റിൽ പറഞ്ഞ പോലെ അക്രഡിറ്റേഷൻ ഈ കോഴ്സുകൾക്ക് ഇല്ല എന്നത്. ഇത്രയും പൈസ മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ച ശേഷവും അതിനൊരു അക്രഡിറ്റേഷൻ ഇല്ല, ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നറിയുമ്പോഴുള്ള വിഷമം പല കുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇനി ജോലി കിട്ടണമെങ്കിൽ അഡീഷണൽ കോഴ്സുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സുകളെക്കുറിച്ചും അവരുടെ കോഴ്സുകളുടെ അംഗീകാരത്തെക്കുറിച്ചും അതിനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. ചില കോഴ്സുകൾക്ക് അക്രഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് എഞ്ചിനീയർ ഓസ്ട്രേലിയയുടെ അക്രഡിറ്റേഷൻ നിർബന്ധമാണ്, എങ്കിലേ അവർക്ക് ജോലി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും. അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചോദിക്കേണ്ട 3-4 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 1, ഈ കോഴ്സ് ഇപ്പോൾ അക്രഡിറ്റഡ് ആണോ? 2, ഏത് പ്രൊഫഷണൽ ബോഡിയാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്? 3, എൻ്റെ പഠനത്തിന് ശേഷം എനിക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിനൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓസ്ട്രേലിയ ഇപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിസയിലോട്ട് മാറുകയാണ്. അതായത് ഇനി സ്കിൽഡ് മൈഗ്രേഷനുള്ള വളരെ ടഫാവും, സാധ്യതകൾ കുറയും. പക്ഷേ എംപ്ലോയർ സ്പോൺസർഡ് വിസകൾക്കായിരിക്കും കൂടുതൽ സാധ്യത വരിക. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എന്താണെന്ന് കണ്ടെത്തുക. പക്ഷേ അത് ഓസ്ട്രേലിയയിൽ ഭാവിയിൽ ഒരു എംപ്ലോയ്മെൻറ്റിന് സാധ്യതയുണ്ടോ, PR-ലേക്ക് നയിക്കുമോ എന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല ആളുകളും ഇവിടെ വന്ന ശേഷം കോഴ്സുകൾ മാറാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരോട് ആരും പറഞ്ഞില്ലായിരുന്നു. നിങ്ങളൊരു രജിസ്റ്റർഡ് മൈഗ്രേഷൻ ഏജന്റ് സമീപിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.